തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നതെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോൾ അമേരിക്കയിൽ മൊസാദിന്റെ കളിയാണ് നടക്കുന്നതെന്നാണല്ലോ പറയുന്നത്. ഇത് പറയുന്നത് വെറും നിസ്സാരപ്പെട്ട ആളുകളല്ല. പെൻറ്റഗൺ, അമേരിക്കൻ സൈനിക ആസ്ഥാനമാണല്ലോ പെൻറ്റഗൺ. പെൻറ്റഗണിൻ്റെ ഡിഫൻസ് ഇൻ്റലിജൻസ് ഏജൻസി DIA പറയുകയാണ്, ഇപ്പോൾ അമേരിക്കയുടെ തന്ത്രപ്രധാനമായ രഹസ്യങ്ങൾ ചോർത്താനും അമേരിക്കയിൽ മറ്റു ചില താല്പര്യങ്ങൾ നടപ്പാക്കാനും വേണ്ടി, മറ്റു ചില താല്പര്യങ്ങൾ എന്നുള്ളത് ശ്രദ്ധിക്കണം, നടപ്പാക്കാനും വേണ്ടി ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം എന്ന് പറഞ്ഞാൽ അത് മൊസാദാണ്, ഇടപെടുന്നു എന്ന് മാത്രമല്ല, അവരുടെ പെൻറ്റഗണിൻ്റെ ഉന്നത നയതന്ത്ര വിദഗ്ധനായ എൽബ്രിഡ്ജ് കോൾബി, പിന്നെ ട്രംപിൻ്റെ ഏറ്റവും വിശ്വസ്തനായി ലോകത്ത് എവിടെ പ്രശ്നം ഉണ്ടായാലും ട്രംപ് പറഞ്ഞയക്കുന്ന സ്റ്റീവ് വിറ്റ്കോഫ്, ഇവരുടെ രണ്ടുപേരുടെയും സകല വിവരങ്ങളും മൊസാദ് ചോർത്തി. എന്ന് പറഞ്ഞാൽ ഇവർ പോകുന്ന വഴിക്ക് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ആളുകളിൽ വഴി ഇവർ പങ്കെടുക്കുന്ന ചർച്ചകൾ, ഇവർ വിളിക്കുന്ന ടെലഫോൺ കോളുകൾ, ഇതെല്ലാം മൊസാദ് ചോർത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പെൻറ്റഗൺ ഇപ്പോൾ പറയുന്നത്. DIA ഡിഫൻസ് ഇൻ്റലിജൻസ് ഏജൻസി. നമ്മൾ കേൾക്കുമ്പോൾ അവിശ്വസനീയമായിട്ട് തോന്നാം. കാരണം ഏറ്റവും നല്ല ബന്ധമാണ് അമേരിക്കയും ഇസ്രയേലും തമ്മിൽ എക്കാലത്തും ഉള്ളത്. അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ഇത്ര വലിയ ബന്ധം എന്തുകൊണ്ട് ഇത്ര വലിയ ബന്ധം ഉണ്ടായിരിക്കുന്നു എന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം മുതൽ വീഡിയോ ചെയ്തു. അതുകൊണ്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഏതായാലും ഇവർ ചട്ടാനിയന്മാരെ പോലെ ഒരേ മനസ്സോടെ നിൽക്കുന്നവരാണെങ്കിൽ പോലും അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം ഇത്രത്തോളം വഷളായ ഒരു കാലമില്ല. കാരണം ഇന്നലെയും ട്രംപ് പറഞ്ഞിരിക്കുന്നു, ബീബി ഒന്നെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കുക, അല്ലെങ്കിൽ ബീബിക്ക് ബീബിയുടെ വഴിക്ക് പോകാം എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ അമേരിക്ക പറയുന്നത് കേൾക്കണം. കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇസ്രയേലിൻ്റെ വഴി, അമേരിക്കയുടെ വഴി. ഇത് ട്രംപിന് ഇങ്ങനെയൊക്കെ പറയാം. ട്രംപ് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും അമേരിക്കയിലെ അതിശക്തമായ ജൂത ലോബിയുടെ സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് ഇസ്രയേലിനെ തള്ളിപ്പറയാൻ ഇതപര്യന്തമുള്ള അമേരിക്കയുടെ ചരിത്രത്തിൽ ഒരു അമേരിക്കൻ പ്രസിഡന്റും കഴിഞ്ഞിട്ടില്ല. അമേരിക്കൻ രാഷ്ട്രീയത്തെ, അമേരിക്കൻ ഭരണകൂടത്തെ നിശ്ചയിക്കുന്നതും നിയന്ത്രിക്കുന്നതും ഇസ്രയേലാണ്. അപ്പം അതുകൊണ്ട് ട്രംപിന് ഇങ്ങനെ വേണമെങ്കിൽ പരാതിയൊക്കെ പറയാം. പിന്നെ ട്രംപിൻ്റെ വാക്കും കീറിയ ചാക്കും ഒരുപോലെയാണല്ലോ കുറേ കാലമായിട്ട്. അതുകൊണ്ട് അതിന് അത്രയ്ക്കൊക്കെ വിലയുള്ളൂ. നോക്കൂ, കഴിഞ്ഞ ദിവസം പറഞ്ഞു ഈ ലെബനോണിൽ കയറി അടിക്കരുത് എന്ന് പറഞ്ഞു. ഇസ്രയേൽ കയറി അടിച്ചു. കാരണം ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന വ്യവസ്ഥകളിലൊന്നും ഒരു കാരണവശാലും ലെബനോണിൽ ആക്രമിക്കരുത്. അതുകൊണ്ട് ആ വ്യവസ്ഥ ലംഘിക്കപ്പെട്ടാൽ ഇനി ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ പറയുകയും ഇസ്രയേൽ കയറി ലെബനോണിൽ അടിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ചർച്ച പൊളിയണം എന്നാണ് ഇസ്രയേലിൻ്റെ താല്പര്യം. മറ്റൊരു ജൂഡോ എഗ്രിമെൻറ്റ് എന്നാണ്. അതായത് ഇപ്പം ട്രംപും അമേരിക്കയും ഇറാനും തമ്മിൽ ഉണ്ടാക്കാൻ പോകുന്ന കരാർ ഒരു വ്യാജ കരാറാണ്. ഇതിനിടയ്ക്ക് വേറൊരു വാർത്ത വന്നിരുന്നു. ട്രംപ് ഒരാഗ്രഹം പ്രകടിപ്പിച്ചു, ഞാൻ വേണമെങ്കിൽ മൊജ്തബ ഖമനിയെ കാണാൻ തയ്യാറാണ്, നേരിട്ട് സംസാരിക്കാൻ തയ്യാറാണ്. അപ്പോൾ ട്രംപ് ഒരു കീഴടങ്ങലിൻ്റെ സ്വരം പറയുകയാണ്, ഞാൻ വേണമെങ്കിൽ കണ്ടേക്കാം അയാളെ. അപ്പോൾ എന്തിനാണ് ട്രംപ് അപ്രതിരോധ്യനായി ചോദ്യം ചെയ്യാനാവാത്ത ഒരു നേതൃത്വമായി യുദ്ധത്തിൽ വലിയ വിജയം നേടി നിൽക്കുന്ന ആളാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ അവനെ കണ്ടേക്കാം, അവൻ പുല്ല് എന്നൊക്കെ പറഞ്ഞ് നിന്ന ട്രംപ് പറഞ്ഞു ഞാൻ വേണമെങ്കിൽ കണ്ടേക്കാം. ഉടനെ അവിടെ IRGCയുടെ തലവൻ പറയുന്നു അങ്ങനെ മൊജ്തബയൊന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ട്രംപിനെ ആട്ടിവിടുന്നു. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്രംപിന് ഈ യുദ്ധത്തിൽ ആത്യന്തിക ലക്ഷ്യമായ ഇറാൻ്റെ ആണവായുധ ശേഷി നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് അനുഗുണമല്ല ട്രംപിൻ്റെ നിലപാടെന്ന് ഇസ്രയേലിന് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് എന്താണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഡീൽ എന്നറിയാൻ ആർക്ക് താല്പര്യമുണ്ട്? ഇസ്രയേലിന് താല്പര്യമുണ്ട്. അതുകൊണ്ട് മൊസാദിനെ ഇറക്കി കളിക്കുന്നു എന്നാണ് പെൻറ്റഗൺ ഡിഫൻസ് ഇൻ്റലിജൻസ് ഏജൻസി പറയുന്നത്. അത് മാത്രമല്ല, അവർ പറയുന്നുണ്ട് മറ്റു ചില താല്പര്യങ്ങളും കൂടി കണക്കിലെടുത്താണ് മൊസാദ് അവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ള വല്ലാത്ത ആശങ്ക ഉളവാക്കുന്നുണ്ട്. മറ്റു ചില താല്പര്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? അത് ചിലപ്പോൾ തങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരെ നിൽക്കുന്ന ചില ആളുകളെ തട്ടിക്കളയാവുന്നതുവരെ. മൊസാദിൻ്റെ ചരിത്രം അങ്ങനെയാണ്. തങ്ങൾക്കെതിരെ നിൽക്കുന്നവരെ ഒന്നുകിൽ അവർ വശത്താക്കാൻ ശ്രമിക്കും, ബ്രൈബ് ചെയ്ത് കൂട്ടത്തിൽ കൂട്ടും, അല്ലെങ്കിൽ ഫിനിഷ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അമേരിക്കയുടെ താല്പര്യത്തിനെതിരെ ഇസ്രയേലിൻ്റെ താല്പര്യത്തിനെതിരെ നിൽക്കുന്ന ആരാണിപ്പോൾ? ട്രംപാണ്. അപ്പോൾ അങ്ങനെയും സംശയിക്കാം. അതുകൊണ്ട് ഇപ്പോൾ DIA ഡിഫൻസ് ഇൻ്റലിജൻസ് ഏജൻസി പെൻറ്റഗണിൻ്റെ പറയുന്നത് നമ്മളിപ്പോൾ കൗണ്ടർ ഇൻ്റലിജൻസ് ശക്തിപ്പെടുത്തണം. അതായത് ഇസ്രയേൽ എന്തൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട്, മൊസാദ് എന്തൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട് എന്നത് പരിശോധിക്കാൻ നമ്മളും പ്രതിക്രിയ ചെയ്യണം എന്നാണ് ഇപ്പോൾ ഈ പെൻറ്റഗൺ ഡിഫൻസ് ഇൻ്റലിജൻസ് ഏജൻസി പറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു വളരെ കൗതുകമുള്ള വാർത്തയാണ്. അമേരിക്കയും ഇസ്രയേലും തമ്മിൽ തെറ്റുമോ, പരസ്പരം വിശ്വാസമില്ലാഴിക ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ ഇറാനെയൊക്കെ സന്തോഷിപ്പിക്കുന്ന വാർത്തയാണ്.
അമേരിക്കയുടെ ശത്രുക്കളെ. ക്യൂബയ്ക്ക് സന്തോഷമായിരിക്കും, അങ്ങനെയുള്ള ചൈനയ്ക്ക് സന്തോഷമായിരിക്കും. പക്ഷേ ഇതിങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ വല്ലാതെ വഷളായി പോകുന്ന തരത്തിലാണ് ഓരോ ദിവസവും പോകുന്നത്. കാരണം യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ട്രംപ് തീരുമാനിക്കുകയും യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറല്ല എന്ന് ഇസ്രയേൽ പറയുകയും ചെയ്തു. ഇതിനിടയ്ക്ക് ഇന്നലെ വരെ വെടിവെപ്പും വെടിനിർത്തലും തുടരണം എന്ന് പറഞ്ഞ ട്രംപിന് ഇന്ന് ഇറാന് നേരെ ആക്രമിക്കേണ്ടി വന്നിരിക്കുന്നു. അവരുടെ ജലസംഭരണികൾ ആക്രമിക്കേണ്ടി വന്നിരിക്കുന്നു. ഹോർമുസിൽ അവരുടെ ഹെലികോപ്റ്ററിനെ ഇറാൻ തകർത്തു. അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർത്തു. അപ്പോൾ തിരിച്ചടിച്ചപ്പോൾ കുടിവെള്ള സ്രോതസ്സുകളെ തകർത്തു ഇറാൻ പറയുന്നു. ഇനി ഇറാന്റെ തിരിച്ചടി ഉണ്ടാവും. ജോർദാനിൽ ആക്രമണം നടത്തി. അത് മാത്രമല്ല, ജോർദാനിലേക്ക് പുതിയതായിട്ടുള്ള പുതിയൊരു യുദ്ധമുഖം തുറന്നിരിക്കുകയാണ്. കാരണം ജോർദാനിൽ നിന്ന് ഇറാനിലേക്ക് മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് അമേരിക്ക എന്ന് നേരത്തെ ഇറാനൊരു പരാതി ഉണ്ടായിരുന്നു. അപ്പോൾ പുതിയൊരു അറബ് രാജ്യം നാളെ ഒരുപക്ഷെ ഇറാൻ ആക്രമിക്കാൻ പോകുന്നത് ഈജിപ്തിനെ ആയിരിക്കും. ജോർദാനെ ആക്രമിക്കാമെങ്കിൽ ഈജിപ്തിനെ ആക്രമിക്കാം. അപ്പോൾ ഈജിപ്തും ജോർദാനും അമേരിക്കയോടും ഇസ്രയേലിനോടും വലിയ അടുപ്പത്തിൽ നിൽക്കുന്ന 6 ഡേ വാറിന് ശേഷം പണികിട്ടി സമാധാനത്തിൽ ഇരിക്കുന്ന രാജ്യമാണ് ജോർദാനും ഈജിപ്തും. അതുകൊണ്ട് അവരെ കൂടി കുത്തി പ്രകോപിപ്പിക്കുക എന്നുള്ള നയമെടുക്കുന്നു. പക്ഷേ ഈ യുദ്ധം ഉണ്ടാകുമ്പോഴത്തേക്ക് ജോർദാനെയും ഈജിപ്തൂടെ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടാൽ ഏറ്റവും ആദ്യം സഹായിക്കാൻ എത്താൻ കഴിയുന്നത് ഇസ്രയേലിനാണ്. പക്ഷേ അമേരിക്കയുടെ വാക്ക് എങ്ങനെ വിശ്വസിക്കും എന്നുള്ള വല്ലാത്തൊരാശങ്ക ഇസ്രയേലിനുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം മൊസാദിൻ്റെ സാന്നിധ്യം അമേരിക്കയിലുണ്ട് എന്ന് അമേരിക്ക പറയുന്നതിലൂടെ വ്യക്തമായിരിക്കുന്നത്. ഏതായാലും നമ്മൾ വിചാരിക്കാത്ത തലത്തിലേക്കും ഒക്കെ ഈ യുദ്ധം മാറുകയാണ്. അപ്പോൾ ഈ എത്ര കപ്പലുകൾ ഹോർമുസിലൂടെ കടന്നു വരുന്നു എന്നതിൻ്റെ കണക്കൊന്നും ഇപ്പോൾ കേൾക്കുന്നില്ല. കപ്പലുകളൊക്കെ ആരും പറയുന്നില്ല, നമ്മളെ ഇന്ത്യയും പറയുന്നില്ല ഇത്ര കപ്പൽ കടന്നു പോകുന്നു. ആദ്യ ദിവസങ്ങളിൽ കുറേ കപ്പലുകളൊക്കെ പോന്നു എന്നതല്ലാണ്ട് കഴിഞ്ഞ ദിവസം ഒരു കാലിക്കപ്പലിലാണ് ഒരു ആക്രമണം നടന്നത്. അപ്പോൾ വല്ലാത്ത ആശങ്ക നിലനിൽക്കുന്നുണ്ട്. യുദ്ധം വല്ലാതെ മൂർധന്യത്തിലെത്തുമ്പോൾ അതിനിടയ്ക്ക് പരസ്പരം ഈ യുദ്ധത്തിലെ പ്രധാനപ്പെട്ട 2 കക്ഷികൾ ഒരുമിച്ച് തോളോട് ചേർന്ന് നിൽക്കുന്ന 2 കക്ഷികൾ തമ്മിൽ അവിശ്വാസം ഉണ്ടായി പരസ്പരം ചാരവൃത്തി നടത്തുന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഒരുപക്ഷെ അമേരിക്ക ഈ നേരത്തെ പറഞ്ഞ പോലെ ഇസ്രായേലിനെ കൈവിടാനൊന്നും പോകുന്നില്ല. പക്ഷേ ഒരുമിച്ച് നിന്നിട്ട് അമേരിക്ക അറിയാത്ത തരത്തിലുള്ള പല ആക്രമണങ്ങളും ഇസ്രയേൽ നടത്താൻ സാധ്യതയുണ്ട്. കാരണം അമേരിക്കയ്ക്ക് പരാതിയുണ്ട്. ഫെബ്രുവരി 28 നടന്ന ആക്രമണം അമേരിക്കയല്ല, ആദ്യം ഇസ്രയേലാണ് ഇറാനെ ആക്രമിച്ചത്. ഖമനേയി ഉൾപ്പെടെയുള്ള ആളുകൾ കൊല്ലപ്പെട്ടത് അത് ഇറാൻ്റെ ഒരു ഓപ്പറേഷൻ രീതിയാണ്. ആക്രമണം തുടങ്ങിയ ആദ്യത്തെ ദിവസം തന്നെ രാജ്യത്തെ ഏറ്റവും വലിയ നേതാക്കന്മാരെ തട്ടുക എന്നുള്ളതാണ് ഇസ്രയേലിൻ്റെ രീതി. മാത്രമല്ല, ഖത്തറിലും ഒക്കെ ഉണ്ടായിരുന്ന യുദ്ധവിമാനങ്ങൾ B-2 ബോംബറുകളൊക്കെ അമേരിക്ക തിരിച്ചു കൊണ്ടുപോയ സമയത്താണ് ഇറാനെ കയറി ഇസ്രയേൽ അടിച്ചത്. കാരണം ഇസ്രയേലിന് മനസ്സിലായി ആശാൻ ചേട്ടൻ ഇതെല്ലാം കൊണ്ട് പാട്ടയം പെട്ടി കിടക്കെ എടുത്ത് പോവുകയാണ്, അപ്പോൾ യുദ്ധം ഉണ്ടാവത്തില്ല എന്ന് മനസ്സിലായപ്പോൾ യുദ്ധം ഉണ്ടാക്കാൻ വേണ്ടി ഇസ്രയേൽ കയറി അടിച്ചു. അമേരിക്കയ്ക്ക് സ്വാഭാവികമായും തിരിച്ചു കൊണ്ടുപോയ യുദ്ധവിമാനങ്ങളൊക്കെ മടക്കി കൊണ്ടുവന്നാണ് യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടി വന്നത്. ആ ഫസ്റ്റ് ഡേ ഫെബ്രുവരി 28 ആക്രമണത്തിൻ്റെ പൂർണ്ണ ക്രെഡിറ്റും പൂർണ്ണ ഉത്തരവാദിത്വവും ഇസ്രയേലിന് മാത്രമാണ്. അമേരിക്കയ്ക്ക് പിന്നാലെ പോകേണ്ടി വന്നു. അപ്പോൾ ഈ സമാധാന ചർച്ച പൂർത്തീകരിക്കാൻ ഇസ്രയേൽ സമ്മതിക്കത്തില്ല എന്നുള്ള കൃത്യമായ വിവരം ഉണ്ടായിരിക്കുന്നു. ട്രംപിനെ സംബന്ധിച്ച് ട്രംപിന് ഇസ്രയേലിനെ സഹായിക്കുക എന്നതല്ല, ഇറാനുമായി മറ്റെന്തോ ഡീൽ ഉണ്ടാക്കുക, കരാറാണ്. അതിലൂടെ തനിക്ക് എന്ത് ഗുണമുണ്ടാവും? തൻ്റെ പ്രസിഡന്റ്ഷിപ്പ് ഇപ്പോൾ 2 വർഷം കഴിയുമ്പോൾ തീരും. അതിനുശേഷവും തനിക്ക് വ്യക്തിപരമായി തനിക്കും കുഷ്ണർ തൻ്റെ മരുമകൻ ഉൾപ്പെടെയുള്ളവർക്ക് സാമ്പത്തികമായി എന്ത് മെച്ചം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള വ്യക്തിപരമായ താല്പര്യങ്ങളിലേക്കാണ് ട്രംപ് ചുരുങ്ങുന്നത്. അമേരിക്കക്കാരുടെ താല്പര്യങ്ങളല്ല ട്രംപ് ഉയർത്തിപ്പിടിക്കുന്നത് എന്നുള്ള തോന്നൽ ഇപ്പോൾ പൊതുവിലുണ്ടായി വന്നിട്ടുണ്ട്. അതായത് ഈ ഇസ്രായേൽ ഡിഫൻസിൻ്റെ പല ആൾക്കാരും പല ഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അമേരിക്കയ്ക്ക് ഒപ്പമല്ല യുദ്ധം ചെയ്യുന്നത്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സ്ട്രാറ്റജി ഉണ്ട്, അമേരിക്കയെ പിന്തുടരേണ്ട കാര്യം ഞങ്ങൾക്കില്ല. അതുകൊണ്ടാണ് അമേരിക്ക ഈ പറയുന്ന വിമാനവാഹിനി കപ്പലുകളെ അയക്കുമ്പോൾ അതിലൊന്നും ഇസ്രായേൽ ഭാഗമായിട്ടേ ഇല്ല. അമേരിക്ക സ്വന്തം നിലയ്ക്ക് ആക്രമണം നടത്തുകയും പ്രത്യാക്രമണം അമേരിക്ക സ്വയം ഏറ്റുവാങ്ങുകയും പിൻവാങ്ങുകയും ചെയ്യുകയാണ്. അവിടെ പോലും നമ്മൾ ഇസ്രായേലിന്റെ സാന്നിധ്യം കാണുന്നില്ല എന്നുള്ളത്. ഇസ്രായേലിന്റെ പണി ചെയ്തു, അവർ തിരിച്ചു പോകുന്നു. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടെങ്കിലും രണ്ടുപേരും ഒറ്റക്കൊറ്റയ്ക്കാണ് പണി നടന്നത്. രണ്ടുപേർക്കും പരസ്പരം വിശ്വാസമില്ല. അപ്പോൾ ഈ കൗണ്ടർ ഇന്റലിജൻസ് ഇസ്രായേലിൽ നടത്തണമെന്ന് അമേരിക്ക തീരുമാനിക്കുമ്പോൾ ഇസ്രായേലിന് CIA ഓപ്പറേഷൻ നടക്കും. ഏതായാലും അവിശ്വാസമാണ്. 2 പ്രധാനപ്പെട്ട 2 സുഹൃത്തുക്കൾ തമ്മിലുള്ള അവിശ്വാസം ഓരോ ദിവസവും കൂടി വന്നിരിക്കുന്നു എന്നാണ് ഈ പെൻറ്റഗൺ ഡിഫൻസ് ഇൻ്റലിജൻസ് ഏജൻസിയുടെ ഈ വെളിപ്പെടുത്തൽ വ്യക്തമാക്കുന്നത്.